എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ മുഖത്ത് ചുളിവുകളും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷന്, പല പല കാര്യങ്ങൾ, കണ്ണിനടിയിലെ ചുളിവുകൾ, കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പ്, ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഫേസിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആദ്യം ഫസ്റ്റ് കണ്ണിനടി സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതങ്ങോട്ട് താഴോട്ട് ഫേസിലോട്ടാകും, പിന്നെ ഡാർക്ക് സ്പോട്ട് ആകും, പിന്നെ പിഗ്മെൻറ്റേഷൻ ആകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്കൊരു 40 വയസ്സിന് ശേഷം, ഒരു 38 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് 40 വയസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തുടങ്ങും ചെറിയ തോതിൽ. പക്ഷേ ഇത് നമ്മളൊന്നും ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പോൾ എന്താ പറ്റുക, ഇതങ്ങ് കൂടിക്കൂടി വരും. അങ്ങനെയാണ് ഓരോരുത്തർക്കും പിഗ്മെൻറ്റേഷൻ, അത് ഡാർക്ക് സ്പോട്ട് കൂടി കരിമംഗല്യം പോലെ ആയിട്ട് പിഗ്മെൻറ്റേഷനായിട്ട് നല്ല രീതിയിൽ വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ ഒരു കാര്യം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ പതിവായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഈ പ്രശ്നം വരത്തില്ല. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാനത് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അന്നേരം മുതലേ നമ്മൾ നേരത്തെ തന്നെ പല കാര്യങ്ങളും മുഖത്ത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു കാര്യവും അങ്ങനെ മുഖത്തൊന്നും വരാതിരിക്കുന്നത്. വല്ലപ്പോഴും ഒരു പിമ്പിളൊക്കെ വന്നാലേ ഉള്ളൂ, ഒരു കാരയൊക്കെ, അതായത് നമുക്ക് പീരിയഡ്സ് ടൈമിലൊക്കെ ഒരു കാരയൊക്കെ വന്നാലേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ പീരിയഡ്സ് നിന്ന് കഴിഞ്ഞാൽ ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടൊക്കെ ഒരു കാരയൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വരും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ല ചുളിവുകൾ, കണ്ണിനടിയിലെ ചുളിവുകൾ, കണ്ണിനടിയിൽ ഇങ്ങനെ കറുത്തിരിക്കും, നമ്മുടെ കണ്ണിനടിയിൽ ഇങ്ങനെ കറുപ്പ് കൂടിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഭംഗിയെ പോവല്ലേ. ഏറ്റവും നമ്മുടെ ഫേസിന്, മുഖത്തിന് ഐശ്വര്യം കൊടുക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കണ്ണാണല്ലേ. കൂടുതലും കണ്ണാണ് നല്ല ഒരു ഇതിൽ നമുക്ക് തിളക്കം, കണ്ണ് തിളക്കം ഉണ്ടല്ലേ നമ്മുടെ മുഖത്തിനൊരു പ്രസാദമുള്ളൂ. അതുപോലെ അല്ലേ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട്, അതാരും കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊടിക്കൈകളായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരിക്കണം. ഇതൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കാണും, ഉള്ളിൽ മരുന്ന് കഴിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അപ്പോൾ ഇതുകൊണ്ടൊന്നും നമുക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ അത്യാവശ്യമായിട്ട് കാണണം. എന്നിട്ട് ചെക്ക് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്താ കാരണം, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, ഹോർമോണിൻ്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ ചെക്ക് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മെഡിസിൻ കഴിച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കിതിന് പുറമേയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് പൂർണ്ണമായിട്ട് മാറും. മനസ്സിലായോ? ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പൊതുവേ സ്ത്രീകൾ നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനെ പോകത്തില്ല. നമുക്ക് ഭയങ്കര വയ്യാഴിക വന്നാൽ മാത്രമേ നമ്മൾ പോകത്തുള്ളൂ അല്ലേ, മിക്കവരും അങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇതുപോലൊക്കെ കണ്ണിനടിയിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് കാണും. എന്ത് ചെയ്തിട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള വീട്ടിലുള്ള ഹോം റെമഡിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആ ഡാർക്ക്നെസ് ഒന്നും മാറുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ കരിവാളിപ്പുണ്ടാവും, ഇതൊക്കെ മാറുന്ന നമുക്ക് ഡോക്ടറെ കാണാം. അപ്പോൾ എന്തെങ്കിലും കുറവ് കൊണ്ടായിരിക്കും അത് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഗുളികയും കൂടെ കഴിച്ച് മെഡിസിൻ എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പുറമേ കൂടെ ചെയ്ത് കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടീനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പുറമേ എന്തെങ്കിലും ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഒത്തിരി കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അല്ലേ. ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. എല്ലാവരും വന്ന് കൂടിക്കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ ആയി കഴിയുമ്പോഴാണ് എല്ലാവരും ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാലായിട്ട് ചുളിവുകൾ മാറാനായിട്ട്, നല്ല രീതിയിൽ ചുളിവുകൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, കണ്ണിനടി താഴെയുള്ള പഫ്നെസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ, നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനായിട്ടും, അതുപോലെ തന്നെ കറുത്ത പാടുകളും കലകളും ഒക്കെ മാറിക്കിട്ടാനായിട്ടുമുള്ള നല്ലൊരു പായ്ക്കും, അതുപോലെ തന്നെ ആ ഒരു പായ്ക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള ഈ ഒരു രണ്ടാമത് ചെയ്യുന്നൊരു മസാജുണ്ട്. അത് കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്ത് ചെയ്യുന്നൊരു മസാജാണ്. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ മുഖം ഇതൊരു കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. നമ്മുടെ ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ മസാജ് ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് കുരുക്കൾ വരുന്നുണ്ട്, അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെയാണ്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തക്കാളിയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അലർജിയും കാര്യങ്ങളൊരു കോക്കനട്ട് ഓയിലിട്ട് മസാജ് ചെയ്യേണ്ട. ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. പലർക്കും ചെയ്യാം, പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഏജ് ആകുന്നവർക്ക് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ഒരു 35 വയസ്സ് കഴിയുമ്പോൾ ഇത് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുള്ളതും, അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മുഖത്തെ, നമ്മുടെ ആ സ്കിന്നിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നതായിട്ട് നല്ലൊരു പായ്ക്കും മസാജുമാണ്. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ തന്നെയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ല കാര്യങ്ങളും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ആരും അതിനൊന്നും ശ്രമിക്കാത്തതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടാതെ 1-2 ദിവസം ചെയ്തിട്ട് എല്ലാവരും നിർത്തും. അതാണ് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പായ്ക്കൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെന്ന് നോക്കിയല്ലോ. അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ. ഒരുപാട് പേരുണ്ട് ഓരോ കാര്യങ്ങൾ, ചുളിവുകളും അതുപോലെ തന്നെ കണ്ണിനടിയിൽ കറുപ്പും മുഖത്ത് കറുപ്പും ഡാർക്ക്നെസ്സും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സോടുകൂടി ഒരു ലൈക്ക് തരാനും മറക്കില്ല. ലൈക്ക് തന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ പായ്ക്കും ആ മസാജിൻ്റെ ക്രീമും ഒക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കിയാലോ. വാ, നമുക്കതിന് വേണ്ടി സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത് നല്ല നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം. പിന്നെ നമ്മുടെ 1 ടീസ്പൂൺ മഞ്ചിഷ്ടയുടെ പൗഡർ, അതുപോലെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇത് നമ്മുടെ നാടൻ നല്ല കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റായിട്ടുള്ള ഒരെണ്ണം ഇതിലെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് വേണ്ടത്. പിന്നെ ക്യാരറ്റ്, ഇത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. ഇത്രയും സാധനമാണ് നമുക്ക് ഒരു സ്റ്റെപ്പിന് വേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് അലോവര ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച്, നേരത്തെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാണ് കാരണം മുഴുവൻ നന്നായിട്ട്, കാരണം നമ്മുടെ ഫേസിൽ എപ്പോഴും നമ്മൾ അലോവരയുടെ ഈ ഒറിജിനൽ അലോവര തേക്കുമ്പം നമുക്ക് നന്നായിട്ട് അതിൻ്റെ കറ കളയണം. അപ്പോൾ ഇന്നാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തലേദിവസം ഇതുപോലെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കറ അതിനകത്ത് മൊത്തം പോയി കിട്ടും. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുത്ത് നല്ല കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ തെളിഞ്ഞ വെള്ളത്തിൽ ഒന്നുകൂടി ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വൈകുന്നേരം കട്ട് ചെയ്തിട്ട് ഒരു കേടുപോലൊന്നും ആവത്തില്ല. വൈകുന്നേരം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു. എന്നാൽ നമ്മുടെ ഫേസിൽ ചിലവർക്ക് തേക്കുമ്പോൾ അലർജി ഉണ്ടാകും. അതുകൊണ്ട് ഒട്ടും അലർജി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മൊത്തം, ചിലർ പെട്ടെന്നൊന്ന് കഴുകിയെടുക്കും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ മൊത്തം കറ ചിലപ്പോൾ പോകത്തില്ല. അപ്പം തലേദിവസം വൈകുന്നേരം രാത്രിക്ക് പിറ്റേ ദിവസം നിങ്ങൾക്ക് രാവിലെ എടുക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ എടുത്താൽ മതി. ഇപ്പോൾ രാവിലെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് അത് വെച്ചാൽ മതി. അപ്പോൾ അതവിടെ ഫ്രഷ് ആയിട്ടിരുന്നോളും. നമുക്ക് എപ്പോഴാണ് എടുക്കുന്നത് ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ കാണണം. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞുകൊണ്ട് വരാവേ. കൈ കൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി, ജ്യൂസ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതുപോലെ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ചിഷ്ട പൗഡർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു പാക്കറ്റ്, ഇത് 2 രൂപയുടെ പാക്കറ്റ് വരണം കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ കാപ്പിപ്പൊടി എടുക്കുവാണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാവേ. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട 1/2 ടീസ്പൂൺ ഹണി, 1/2 ടീസ്പൂൺ ഹണി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ജ്യൂസ് ആവശ്യമുള്ള ജ്യൂസ് പായ്ക്ക് പോലെ ആക്കാനുള്ള ആവശ്യമുള്ള ജ്യൂസ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഒഴിക്കുക. എന്നിട്ട് നമ്മളൊന്ന് കുഴച്ച് നോക്കണം. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസ് മതി. ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി. ഇതുപോലെയാണ് നമ്മുടെ അലോവേരയുടെ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഇതിൻ്റെ കറ കളയണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും കേട്ടോ. ഫ്രഷ് അലോവേര എടുക്കണം, അതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പീസാക്കിയിട്ട് നമ്മുടെ ഈ ദശയൊന്നും അലോവേരയുടെ ആ ജെല്ലൊന്നും കളയാതെ നമ്മൾ എടുക്കണം. ഒരു പകുതി ആ തൊലി, മേളത്തെ തൊലി ചെത്തി കളഞ്ഞിട്ട് താഴത്തെ ആ ഒരു ഇത് അതുപോലെ പോർഷൻ അതുപോലെ വേണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതൊരു ബൗളിലോട്ട് വെച്ചു. ഇനി അപ്പോൾ നമുക്ക് ഒരു ഫേഷ്യൽ ഓയിൽ, വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഫേഷ്യൽ ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാക്കി വന്ന നമ്മുടെ ഒരു ഇതില്ലേ, ക്യാരറ്റിൻ്റെ നീര് ബാക്കി വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഇതിനകത്തോട്ട് ഈ ഒരു ഓയിൽ പൊട്ടിച്ചൊഴിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുഖത്തെ ചുളിവ് മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇതുപോലെ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ഓയിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു മൂല പോലത്തെ ഒരു ബഡ്സ് പോലെ ഇരിക്കും. ആ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം, താഴെ ഒരിക്കലും കട്ട് ചെയ്യരുത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്കി വന്ന
നമ്മുടെ ഈ ക്യാരറ്റ് ജ്യൂസിനകത്തോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്യാനുള്ള പായ്ക്കും അതുപോലെ തന്നെ രണ്ടാമത് ചെയ്യാനുള്ള കൂട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റത്തെ ഇടാനുള്ള നമ്മുടെ ആ പായ്ക്ക് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും എത്ര നേരം വെക്കണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അപ്ലൈ ചെയ്യുന്നത് കണ്ടാലോ. അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഫേസിൽ നമ്മൾ ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക കേട്ടോ. നമുക്കൊന്നെങ്കിൽ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് വെച്ച് എന്തെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബേബി സോപ്പോ എന്തെങ്കിലും ഇട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ ഒരു ബേബി സോപ്പോ ഒരിക്കലും കാരമുള്ള സോപ്പ് കൊണ്ടൊന്നും മുഖം വാഷ് ചെയ്യരുത്. ഒന്നെങ്കിൽ നല്ലൊരു ഫേസ് വാഷ് നല്ലൊരു ബേബി സോപ്പ് ഇത് ഏതെങ്കിലും ഇട്ടൊന്ന് നന്നായിട്ട് ഫേസ് കഴുകുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റോസ് വാട്ടർ വാങ്ങിച്ച് വെച്ചാൽ മതി. അതിൽ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് എനിക്ക് സ്ഥിരമായിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ് മുഖമൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മുഖത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് തുടച്ച് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പായ്ക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പായ്ക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പായ്ക്ക് ഇടുമ്പോൾ മേളിലോട്ട് മാത്രമേ ഇടാവുള്ളൂ. ഇത് മൊത്തം നമുക്ക് കണ്ണിനടിയിലും അതുപോലെ തന്നെ മൊത്തം ഇട്ട് കൊടുക്കാവുന്നൊരു പായ്ക്കാണ്. അതുകൊണ്ട് ഈ ഒരൊറ്റ പായ്ക്ക് മതി. കണ്ണിലെ കറുത്ത പാട് പോകാനായിട്ടും ഒക്കെ ഈ ഒരു പായ്ക്ക് മതി കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഒരു നേരത്തിനുള്ള പായ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു കണ്ണിനടിയിൽ കൈ കൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ബ്രഷിൻ്റെ ആ ഒരു ഇതൊന്നും കൊള്ളരുത് കയ്യിൽ. അതുകൊണ്ട് നമുക്കിങ്ങനെയൊന്നും അത് പിന്നെ കണ്ണിൻ്റെ മേളിൽ വിട്ട് കൊടുക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. എല്ലാം ഇത് നമുക്ക് മുഖത്ത് മൊത്തം തേച്ച് പിടിപ്പിക്കാം. കണ്ണിലെ കറുപ്പ് പോകാനായിട്ടും അതുപോലെ തന്നെ പഫ്നെസ് മാറാനായിട്ടും എല്ലാം ഇത് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞ് നമുക്ക് വേറൊരു മസാജ് കൂടെ കൊടുക്കണം മസ്റ്റായിട്ട്. എന്നാലേ നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള 100% റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നെ കണ്ടാൽ പൂർത്തപ്പോൾ വിളിക്കുന്നില്ലേ. അപ്പോൾ ഇത് നമ്മളൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റ് വെക്കാം. ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചില്ല. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫേസ് എല്ലാം ഒന്ന് വഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ശരിക്കും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 മിനിറ്റ് വരെ വെക്കാം. ഞാൻ ഒരു 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്നതാ ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ചുളിവുകൾക്ക് നല്ല വ്യത്യാസം വരും. സ്കിന്ന് നല്ല ഗ്ലോ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് ഒരു എത്ര പ്രായമുള്ളവർക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രായം തോന്നാത്ത ഒരവസ്ഥയിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ചെയ്യണം. അതിൻ്റെതായിട്ടുള്ള ഇത് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരാഴ്ച ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം കണ്ടു തന്നെ മുമ്പോട്ട് പോകാം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഇതിനകത്ത് ചേർത്തേക്കുന്ന ഹണി നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഡാർക്ക് സ്പോട്ടൊക്കെ മാറ്റാൻ വേണ്ടി നല്ലതാണ്. പാടുകളും കലകളും ഒക്കെ മാറ്റാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചിഷ്ട പൗഡർ കറുത്ത പാടുകളും കലകളും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആകാനും ഒക്കെ മഞ്ചിഷ്ട പൗഡർ നല്ലതാണ്. അതുപോലെ നമ്മുടെ കോഫി പൗഡർ ഡാർക്ക് സ്പോട്ട് മാറ്റാനായിട്ട് അണ്ടർ ഐ ഡാർക്ക്നെസ്സും ഒക്കെ മാറ്റാനായിട്ടൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ എന്താ നമ്മൾ പിന്നെ ചേർത്തേക്കുന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒരുപാട് നല്ലതാണ്. സ്കിൻ ബ്രൈറ്റ് ആകാനായിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഒരുപാട് പിന്നെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഒത്തിരി റിസൾട്ട് തരുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു കറ്റാർവാഴ ഇതുപോലെ ഒന്ന് കീറി പൊളന്ന്, അതായത് നമുക്ക് മീനൊക്കെ നമുക്ക് വറക്കാനായിട്ട് വരയത്തില്ലേ, അതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ചെയ്താലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ പായ്ക്കെല്ലാം ഒന്ന് ഉണങ്ങിയല്ലോ. അപ്പോൾ അത് നമ്മൾ മാറ്റണമല്ലോ. അത് നമ്മൾ മാറ്റാതെ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. അതായത് ഇങ്ങനൊന്ന് മസാജ് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ ഇതുപോലെ മുഖത്തേക്ക്. അപ്പം നമ്മുടെ സ്കിന്നിലെ ചുളിവ് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ കറ്റാർവാഴയുടെ ജെല്ല് കേട്ടോ. ഫ്രഷ് കറ്റാർവാഴയാണ് ഏറ്റവും നല്ലത്. ഇനി ഒരിക്കലും ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പറയത്തില്ല നമ്മുടെ കടയിൽ നിന്ന് കറ്റാർവാഴ വാങ്ങാൻ പറയത്തില്ല. ഞാൻ അതിനാണ് നിങ്ങളോട് പറഞ്ഞ് ഇത് ഒരു ദിവസം ഫുള്ള് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ ഫുള്ള് കറ പോയി കിട്ടുമ്പോൾ നമുക്ക് വേറെ ഒരു പ്രശ്നവും നമ്മുടെ മുഖത്ത് വരത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ നല്ലോണം തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കണം. നമ്മുടെ ആ ഒരു എന്താ പറയുക ഡെഡ് സ്കിന്നൊക്കെ പോകാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ.
നല്ല സോഫ്റ്റ് ആകാനായിട്ട്, ഷൈനിങ് ആകാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ കറ കൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് ചൊറിയും. അതുകൊണ്ട് തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യണം കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയുക, കറ നന്നായിട്ട് കളയണം. അപ്പോൾ കണ്ണിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. സൂക്ഷിച്ച് കണ്ണിനൊക്കെ സൂക്ഷിച്ച് ചെയ്യണം, കണ്ണിനകത്തോട്ടൊക്കെ പോകാനായിട്ട്. അതുപോലെ തന്നെ കണ്ണിനകത്ത് പുറത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കണ്ണിൻ്റെ പുറമേയൊക്കെ ഒന്ന് ഒരു മസാജ് ഇങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടവും ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ചെയ്യും, യാതൊരു പ്രശ്നവുമില്ല. എപ്പോഴും നമ്മൾ മുക്കുമൊന്നും വേണ്ട. ഈ അലോവേര തന്നെ ഇതിനകത്ത് നല്ലതായിട്ട് അബ്സോർവ് ചെയ്യും. നല്ലതായിട്ട് ഒരു പായ്ക്കും കാര്യങ്ങളും ഇട്ടതെല്ലാം നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി നമുക്ക് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്ത് അലോവേര ജെല്ല്. ഇത് മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അലോവേര എനിക്ക് അലർജി ആണെന്ന് പറഞ്ഞ് വരുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല. ഇത് ചെയ്യണം. ഇത് ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, എന്നോടൊന്നും പറയരുത്. കാരണം ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് വീഡിയോ നീണ്ടു പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മുഖമെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഒപ്പി കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് വേഗം കിടക്കാം. ചെയ്ത് വെച്ചിരുന്ന ആ ക്യാരറ്റ് ജ്യൂസിനകത്തോട് നമ്മുടെ ആ ഒരു വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിൽ മിക്സ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒത്തിരി നല്ല, നമ്മളെ പച്ച ഒരു ക്യാപ്സൂളുണ്ട് വൈറ്റമിൻ ഇ, അതാണെങ്കിലും മതി. ഫേഷ്യൽ ഓയിലിൻ്റെ വൈറ്റമിൻ ഇ ഫേഷ്യൽ ഓയിൽ ഞാൻ എടുത്തത് മസാജ് ചെയ്യുന്നതുകൊണ്ടാണ് ഫേഷ്യൽ ഓയിൽ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പച്ചയാണെങ്കിലും മതി. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലതാണ് മസാജൊക്കെ ചെയ്യുമ്പോൾ. നല്ലതായിട്ട് സ്കിന്ന് നല്ല ചുളിവുകൾ മാറാനായിട്ടും ടാൻ മാറാനായിട്ടും കറുത്ത പാടുകളും കലകളും ഒക്കെ മാറി സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനായിട്ടൊക്കെ വൈറ്റമിൻ ഇ ഓയിലുകൾ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ക്യാരറ്റ് നീരും കൂടെ ആകുമ്പോൾ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്തിൽ തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ ഓയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്യാരറ്റ് നീരിനകത്ത് മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇതുപോലെ ഫേസിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് കിടന്നാൽ അതും നല്ലതാണ്, ചുളിവുകൾ മാറാൻ കേട്ടോ. കയ്യിലോട്ട് കുറച്ചിങ്ങനെ തൂക്കുക. അതിനുശേഷം നമുക്കൊന്ന് മസാജ് കൊടുക്കാം. അപ്പോൾ ഈ മോതിരവിരൽ വെച്ച് കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് മസാജ് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മസാജ് കൊടുക്കുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ, ആദ്യം ക്ലോക്ക് വൈസിൽ കൊടുക്കുക, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊടുക്കുക. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്യുക. ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഇത് തേച്ചുകൊണ്ട് മാത്രം ഒന്നുകൂടെ കാണിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പഫ്നെസ്സൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഇത് നമ്മളൊരു 5-6-10 ഒക്കെ ചെയ്യാം കേട്ടോ. 10 തവണയൊക്കെ മാക്സിമം 10 തവണ ചെയ്യുക. അപ്പോൾ കണ്ണിനടിയിലെ തടിപ്പൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് ഈ ഒരു മസാജ്. നമ്മുടെ ഈ ഒരു താടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10 വട്ടം നമുക്ക് ചെയ്യാം. നല്ല ഷേപ്പ് കിട്ടാനായിട്ട് നല്ലതാണ്. നമ്മുടെ മുഖത്തൊക്കെ നല്ല ഷേപ്പ്, ഡബിൾ ചിന്നൊക്കെ മാറാനായിട്ടും മുഖത്ത് നല്ല ഷേപ്പ് കിട്ടാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു മസാജ് കൊടുക്കാം. ഈ ഓയിലൊന്ന് നന്നായിട്ട് നമ്മുടെ ഫേസിലോട്ട് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാജ് കൊടുക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. റിങ്കിൾസൊക്കെ നന്നായിട്ട് കുറയാനായിട്ടും ഇതൊരു 10 തവണ കൊടുക്കാം. നമ്മുടെ ഐബ്രോസ് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കാം. ഏറ്റവും മെയിനായിട്ട് നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഒക്കെ ചുളിവുകൾ വന്നാൽ തന്നെ നമുക്ക് ഫേസിന് ഒത്തിരി പ്രായം തോന്നിക്കും. അപ്പം നല്ല ഷേപ്പായിട്ടൊക്കെ ഐബ്രോസ് ഇട്ട് നല്ല കണ്ണൊക്കെ തിളക്കമൊക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കണ്ണിൻ്റെ അവിടുത്തെ ക്ഷീണവും കാര്യങ്ങളും ആ ഡാർക്ക്നെസ്സും ഒക്കെ നന്നായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഇവിടുത്തെ ഈ കറുപ്പും കൂടെ മാറിക്കിട്ട് നമ്മളിങ്ങനെ ഈ കൈ കൊണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നന്നായിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്യുക. ഒരു 10 വട്ടം ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നെറ്റിൽ ഇങ്ങനെ മസാജ് കൊടുക്കാം. ഈ ഓയിലൊന്നും ഈ കാര്യങ്ങളൊന്നും അബ്സോർവ് ആകാൻ വേണ്ടിയിട്ടുള്ള മസാജാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇതൊരു 10 വട്ടം ചെയ്യാം. എല്ലാം ഒരു 10 വട്ടം വീതം നിങ്ങൾ ചെയ്തോ കേട്ടോ. ഒരു 10 വട്ടം നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് അടുത്തൊരു മസാജ് ഇങ്ങനെ കൊടുക്കാം. ഇതൊരു 10 വട്ടം ചെയ്യാം. ഈ ഒരു മസാജ് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ ഈ റിങ്കിൾസ് നന്നായിട്ട് പോകാനായിട്ട് ഒത്തിരി ഇവിടെ ഒരു വരയൊക്കെ പോലെ നമുക്ക് വരും. അത് പൂർണ്ണമായിട്ട് മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് ഈ ഒരു മസാജ്.
അത് നിങ്ങൾ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് മൊത്തത്തിലൊരു മസാജ് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ ഇപ്പോൾ ആ തേച്ച ഓയിലെല്ലാം നന്നായിട്ട് അബ്സോർവ് ആകും. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ഓയിൽ നന്നായിട്ടൊന്ന് അബ്സോർവ് ആകാനായിട്ട് കേട്ടോ. കയ്യിലെ ഈ ഒരു ഇവിടുത്തെ ചുളിവുകളൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഇങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 2 കൈയിലും നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊരു മസാജ് ഇവിടെ ചുളിവൊക്കെ വരുമല്ലോ, അതിനുവേണ്ടി നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കൈ കൊണ്ട് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ തണ്ടവറിൽ വെച്ചൊക്കെ ഒരു മസാജ്, നമുക്ക് മസാജുകൾ ഒരുപാടുണ്ടല്ലോ, ആ രീതിയിൽ നമുക്കിങ്ങനെ ഒന്ന് പല രീതിയിൽ മസാജ് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് വലിച്ച് നമ്മളിങ്ങനെ വിടാം. ഇപ്പോൾ മസാജ് കൊടുത്തിട്ട് താഴോട്ട് നമ്മുടെ കൈ ഇങ്ങനെ വലിച്ചു വിടണം. റിങ്കിൾസ് ഒക്കെ കുറയാനായിട്ട് ഒത്തിരി നല്ലതാണ്. നമ്മുടെ കൈ നല്ല ഭംഗിയായിട്ടിരിക്കും ചെയ്തിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി ഓയിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തേച്ചിട്ട് എന്നിട്ട് നമ്മൾ നല്ലൊരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒരു 5 മിനിറ്റ് കുറേ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം എന്നാ കാണിക്കാവേ. ഞാൻ മുഖമെല്ലാം നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു, ഫേസ് വാഷ് ഇട്ടിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഞാൻ പകലാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ളത് സൺസ്ക്രീമും മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഫൗണ്ടേഷനും എല്ലാം മിക്സ് ചെയ്തൊരു ഫൗണ്ടേഷൻ ഒരു ക്രീമാണുള്ളത്. അപ്പോൾ കാനഡയുടെ ഇത് കണ്ടോ, ഈ ഒരു കാനഡയുടെ പിന്നെ 3-in-1 ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ലൈറ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനിത് കളയുന്നുള്ളൂ. അപ്പം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആ ഒരു ഇപ്പം നമ്മൾ എല്ലാം ചെയ്തതാണല്ലോ, ഫേസിലൊക്കെ ചെയ്ത്, അപ്പം നമുക്ക് നമ്മുടെ ഒരു കാറ്റടിച്ചാൽ പോലും നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവാതിരിക്കും. അതുപോലെ തന്നെ ടാനൊന്നും അടിക്കാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇത് തന്നെ ഞാനിപ്പോൾ തേച്ച് കാണിക്കുന്നത് കേട്ടോ. ഇത് വളരെ കുറച്ചെടുത്താൽ മതി. ഒരു മേക്കപ്പ് ലുക്ക് പോലെ തോന്നിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ എന്നോട് പറഞ്ഞാൽ ഇതൊന്നും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്. ഞാനിത് വളരെ കുറച്ച് എടുത്തതിന് ശേഷം ഇങ്ങനെ ഫേസിലെല്ലാം തൊട്ടിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് ഇത് ഡെയിലി നമുക്ക് മുഖത്തിടാൻ കേട്ടോ. കാരണം ഫൗണ്ടേഷനും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും കൂടെ മിക്സാണ്. 24 hours നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ, ക്രീമാണ്. അപ്പം നമുക്കിതേ കഴുത്തിലൂടെ ഇച്ചിരി കൊടുക്കാം. നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ മതി. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഇത് തേച്ച് പിടിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മുഖം ഉണങ്ങിയതിന് ശേഷം കാരണം ഇതൊരു മാറ്റി ഫൗണ്ടേഷനാണ്, കാരണം മാറ്റി ആയിട്ടുള്ളൊരു ക്രീമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വെള്ളമയമൊന്നും ഇല്ലാതെ ഫേസിൽ തേക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ പിടിച്ചോളും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും കൂടിയിട്ടുള്ള ഒരു ക്രീമാണ്. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് പിടിച്ചോളൂ. അപ്പം ഇങ്ങനെ തേച്ചാൽ മതി നിങ്ങൾ. ഇപ്പം തന്നെ കണ്ടോ നല്ലൊരു ബ്രൈറ്റ്നസ് വന്നില്ല നമ്മുടെ ഫേസിന്. ഒരുപാട് പേർക്ക് ഇത് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു കേട്ടോ, ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു. വാട്സപ്പിൽ വരാൻ പറഞ്ഞപ്പോൾ കുറേ പേര് നിങ്ങൾക്ക് വന്നിരുന്നു. അപ്പോൾ അവർ മേടിച്ചവരൊക്കെ ഒന്ന് റിസൾട്ട് മറക്കാതെ പറയണം കേട്ടോ. നല്ലൊരു ഗ്ലോയും കൂടാണ് നമ്മുടെ ഫേസിന്. നമുക്ക് പുറത്തോട്ടൊക്കെ വേറെ ഒന്നും തേക്കണ്ട. ഈ ഒരു ഫൗണ്ടേഷൻ, കാരണം ഇത് സൺസ്ക്രീമുണ്ട്, മോയ്സ്ചറൈസറുണ്ട്, ഫൗണ്ടേഷൻ, 3 കൂടെ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് പുറത്തോട്ട് പോവുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മസാജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ നേരത്തെ ഇതിലൊന്നും വേണ്ട കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇതങ്ങ് കഴുകി കളഞ്ഞിട്ട് മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങും. രാവിലെ ആയതുകൊണ്ട് ചെയ്ത് വീഡിയോ പിടിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം ആണെങ്കിൽ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുള്ളൂ വെറുതെ. അപ്പം നിങ്ങൾ രാത്രിയിലാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ രാവിലെ ആയതുകൊണ്ടാണ് ഈ സൺസ്ക്രീം കൂടെ കൂടിയുള്ള ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവർക്ക്, അതായത് ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയാത്തവർക്ക് ഒരു ഇതും കൂടെ ആയല്ലോ. അപ്പോൾ കണ്ടോ നന്നായിട്ട് നല്ലൊരു ഗ്ലോ ഉള്ളൊരു എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ക്രീമാണ് കണ്ടോ. നല്ലൊരു, നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ നല്ലൊരു വ്യത്യാസമില്ലേ നമ്മുടെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ, തേച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മേക്കപ്പ് ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക്. ചെറിയൊരു നാച്ചുറലായിട്ടൊരു മേക്കപ്പ്, ഒരു ഓവറല്ല, ഒരു നാച്ചുറലായിട്ടുള്ള മേക്കപ്പ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് ഡെയിലി ചെയ്തു പോകണം.
ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ തുടങ്ങും. നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. കാരണം തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ നമുക്ക് ഒരു 50-60 വയസ്സ് കഴിഞ്ഞവരെ കണ്ടാലും എന്തായാലും 35-40 വയസ്സ് തോന്നിക്കത്തുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ ആ ഒരു ലുക്കിൽ നിങ്ങൾ മാറും. ഇതൊക്കെ ചെയ്തു പോവുക. നമ്മുടെ മുഖത്ത് വരുന്ന ചുളിവുകളും പ്രശ്നങ്ങളുമാണ് നമ്മളെ പ്രായം കൂടുതൽ തോന്നിക്കുന്നതല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ റൂട്ടീനായിട്ട് ചെയ്തു പോകണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.